മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ അറിയിച്ചുള്ള കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 40. ഈശോയോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതെ, നമുക്കറിയാം, ലാസറിന്റെ ഉയർപ്പിന്റെ നിമിഷങ്ങളിൽ ഈശോ പറഞ്ഞ വാക്കുകളാണ്. ദുഃഖപരിതരായിരുന്ന മറിയത്തോട് ഈശോ പറയുകയാണ്, നീ വിശ്വസിക്കുക, ദൈവമഹത്വം ദർശിക്കും. സഹോദരങ്ങളെ, കൊച്ചുനാളില് അച്ചാച്ചന്റെ കൂടെ പരിസരത്ത് പോകുമ്പോൾ വിത്ത് മണ്ണിലേക്ക് എറിയുമ്പോൾ, എന്തിനാണ് അച്ചാച്ച ഈ വിത്തെല്ലാം എറിഞ്ഞു കളയുന്നത്? അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്ത അമ്മച്ചി അത് ചോറാക്കി തരികയല്ലേ എന്ന് ചോദിച്ച ബാലിശ ബുദ്ധി ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, അത് നമ്മൾ വിത്തെറിയുമ്പോൾ കൂടുതൽ ഫലങ്ങൾ കായ്ക്കും, അത് കൂടുതൽ നമുക്ക് കൃപയായിട്ട് വരും. എപ്പോഴാണ് കൃത്യമായിട്ട് അത് മുളയ്ക്കുന്നത് നമുക്കറിയാൻ പാടില്ലെങ്കിലും ദൈവം അതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യും. അതൊരു യാഥാർത്ഥ്യമല്ലേ? വളരെയേറെ വേദനയുടെ നിമിഷങ്ങൾ, ദുഃഖത്തിന്റെ നിമിഷങ്ങൾ ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് കിടക്കുകയാണ്. എന്റെ ജീവിതം തീർന്നു, ഇനിയൊരു ജീവിതം എനിക്കുണ്ടാവുകയില്ല എന്ന് ഡോക്ടർമാർ വരെ വിധി എഴുതിയ നിമിഷങ്ങൾ, ഞാനും തമ്പുരാനിലേക്ക് പോകാൻ തയ്യാറായ നിമിഷം ഞാൻ ഓർക്കുകയാണ്. അവിടെ കുറച്ചാളുകൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. ഞങ്ങൾക്ക് അച്ഛനെ തിരിച്ചു വേണം, കർത്താവേ അങ്ങ് കരുണയാകണമേ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാവണം തമ്പുരാൻ വീണ്ടും ഒരു ജീവിതം എനിക്ക് തരുകയാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്കാർക്കും വ്യാഖ്യാനിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, നീ ദൈവമഹത്വം ദർശിക്കും. അത് സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു വരുവാനാണ്. ആ വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ഏതൊരു പ്രതികൂല അനുഭവങ്ങളിലും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ട് എപ്പോഴും എന്നേക്കും